നമ്മുടെ ജീവനക്കാർ, തൊഴിലാളികൾ, സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ സംരംഭത്തിൻ്റെ ആ ഫാമിലിയുടെ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്. അവരാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട്, നിക്ഷേപമായിട്ട് തന്നെ കാണണം. അത് കൊടുക്കേണ്ട സമയത്ത്, കൃത്യമായ സമയത്ത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന സമയത്തിൻ്റെ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മുമ്പേ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു എനർജൈസർ ഉണ്ട്. ഇത് രണ്ടും നമുക്കും സംരംഭത്തിനും അവർക്കും എല്ലാവർക്കും ഗുണമാണ്. ഇപ്പോൾ ഒരു ബോണസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുകയാണെങ്കിൽ, മറ്റെന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ, ഡിവിഡൻഡിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്ന തൊഴിലാളികൾ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതുപോലെ ഇനി ഒരു അപ്രിഷിയേഷൻ, ഒരു റെക്കഗ്നിഷൻ, ഇങ്ങനെ പലതും കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ സമയം തെറ്റി കൊടുക്കരുത്. സമയത്ത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് അത് കൊടുക്കുമ്പോൾ ഒത്തിരി കുറഞ്ഞു പോയാലും അവർക്കത് വലിയൊരു ആനന്ദവും ഉത്സാഹവും ഊർജ്ജവുമാണ്. ഇനി സമയമൊക്കെ കഴിഞ്ഞ് ആറി തണുത്ത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും പോയിട്ട് ഒരു സംഗതി കൂടുതൽ കൊടുത്താലും, വാരിക്കോരി കൊടുത്താലും അത് ഫീൽ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.